ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഓപ്പോ F29 Pro ആൻഡ് 9 രണ്ട് ഫോണുകൾ നമ്മുടെ കയ്യിലുണ്ട്. മോസ്റ്റ് ഡ്യൂറബിൾ ഫോൺ അറ്റ് 25K സെഗ്മെന്റ് എന്നാണ് പറയുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിലെ ഏറ്റവും ഡ്യൂറബിൾ ആയ ഫോണുകളാണെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ തരക്കേടില്ലാത്ത രണ്ട് നല്ല ഫോണുകളാണ്. ഓപ്പോയുടെ ഫോണുകൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. കാര്യം എന്താണെന്ന് പറയാം. അതിന് മുമ്പ് ബോക്സ് രണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. രണ്ട് ഫോണുകളുടെ ബോക്സ് കാണാം. 29 നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ 29 Pro ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു വേറെ ബോക്സ് ആണ്. ഇതിനകത്ത് കേസ്, ഡോക്യുമെന്റേഷൻ, സിംറ്റോളൊക്കെയാണ് ഉണ്ടാവുക. കേസ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. സോ അതൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ബോക്സ് ഇതാ അടുത്തായിട്ട് ഫോണാണ് കാണുന്നത്. സോ അപ്പോൾ ഫോൺ നമ്മൾ ഓപ്പൺ ചെയ്ത് കയ്യിലെടുത്തിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഒരു ഡിസൈൻ. സോ ഓപ്പോ F29 Pro ഇതിൻ്റെ ബോക്സിൽ 80 വാട്ടിൻ്റെ ചാർജറുണ്ട്. പിന്നെ ടൈപ്പ് സി കേബിളും വരുന്നുണ്ട്. ടൈപ്പ് എ ടു ടൈപ്പ് സി കേബിളാണ്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ. ബോക്സ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. സോ 29 Pro 9 Proയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് സൈഡ് ബൈ സൈഡ് തന്നെ നമുക്ക് 29 കുറിച്ചും പറഞ്ഞു പോയാലോ, കുറച്ച് സൗകര്യമായിരിക്കുമല്ലോ. അപ്പോൾ 29 നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ആ ബോക്സിനകത്ത് ഫോൺ എടുക്കുന്നു. സോ അപ്പോൾ ഇതാണ് 29. സോ അപ്പോൾ രണ്ട് ഫോൺ നമ്മുടെ കയ്യിലുണ്ട്. 29 Pro, ഇത് 29 ഡാർക്ക് കളറാണ്. 29 ഈ രണ്ട് ഫോണുകളും ഒറ്റ നോട്ടത്തിൽ സെയിം ആയിട്ട് തന്നെ തോന്നുള്ളൂ. എല്ലാം സെയിം ആണ്, ലുക്ക് വൈസ് സെയിം ആണ്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രോയിൽ ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ്, ഇതിൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് 29 ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ് കാണാൻ. 29 Proയിൽ മാർബിൾ വൈറ്റും ഗ്രാനൈറ്റ് ബ്ലാക്കുമാണ് വരുന്നത്, രണ്ട് കളർ. 29 ആണെങ്കിൽ ഗ്ലേഷ്യർ ബ്ലൂ എന്ന് പറയുന്ന കളറും പിന്നെ സോളിഡ് പർപ്പിൾ എന്ന് പറയുന്ന കളറുണ്ട്. രണ്ട് കളറുണ്ട്. സോ ഇങ്ങനെയാണ് ഇതിന്റെ കളറുകൾ. ലുക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ബിൽറ്റ് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് പറയാം. 29 Pro നമ്മൾ ആദ്യം എടുക്കുകയാണ്. 7.5 mm മാത്രമാണ് ഈ ഒരു ഫോണിന്റെ തിക്നെസ്. അതേപോലെ 180 ഗ്രാമിന്റെ വെയിറ്റ് വരുന്നുള്ളൂ. അതായത് വളരെ ലൈറ്റ് വെയിറ്റും സ്ലിമ്മുമായ ഫോണാണ്. ഒപ്പം തന്നെ IP66, 68, 69 തുടങ്ങിയ റേറ്റിംഗുകൾ വരുന്നുണ്ട്. സോ ഡ്യൂറബിൾ ആണ് എന്നുള്ളത് സംശയം വേണ്ട. 66 എന്ന് പറയുമ്പോൾ ചെറിയ സ്പ്ലാഷ് ഒക്കെ തെറിച്ചാലും വെള്ളം കയറില്ല എന്നുള്ള അവസ്ഥയാണ്. 68 എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇട്ടാൽ പോലും, അതായത് വെള്ളത്തിനുള്ളിലേക്ക് മുങ്ങിയാൽ പോലും, സബ്മർജ് ആയാൽ പോലും വിഷയമില്ല എന്നുള്ളതാണ്. എന്നാൽ 69 എന്ന് പറയുമ്പോൾ ഫോഴ്സിൽ വെള്ളം അടിച്ചാലും ഒന്നും പറ്റില്ല, പ്രഷറിൽ വെള്ളം അടിച്ചാൽ പോലും ഒന്നും പറ്റില്ല എന്നുള്ളതാണ് 69 പ്രത്യേകത. സോ അപ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലായല്ലോ. ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. സംഭവം എന്തൊക്കെ റേറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിന് കമ്പനി വെള്ളം കയറിയാൽ വാറണ്ടി തരില്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ട ഒരു മുൻകരുതൽ. എങ്ങാനും വീണാൽ ഒരു സേഫ്റ്റി ഉണ്ടെന്ന് മനസ്സിലാക്കും. ഒപ്പം തന്നെ ഇതിൽ മിലിറ്ററി സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് അത്യാവശ്യം താഴേക്ക് വീണാൽ ഒന്നും പറ്റില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൽ 360 ഡിഗ്രി ആർമർ ബോഡിയാണ്, ഡാമേജ് പ്രൂഫ് ആണെന്നൊക്കെയാണ് പറയുന്നത്. അതായത് മോസ്റ്റ് ഡ്യൂറബിൾ ഫോൺ ഇൻ ദ സെഗ്മെന്റ് എന്ന രീതിയിൽ തന്നെയാണ് ഇവർ ഈ ഫോൺ കൊണ്ടുവരുന്നത്. എന്തായാലും സ്ട്രോങ് ആയ ഫോണാണ്. ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും F29 ബാധകമാണ് കേട്ടോ. സോ രണ്ടും സ്ട്രോങ് ആയ ഡിവൈസുകളാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഈ IP റേറ്റിംഗുകളൊക്കെ ഇത്തവണ ഓപ്പോ ഒരു അഡീഷണൽ സ്റ്റെപ്പ് കൂടി എടുത്തിരിക്കുകയാണ്. അതായത് SGS ഇന്ത്യയിൽ നിന്ന് തന്നെ ഇതിന്റെ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തി സർട്ടിഫിക്കേഷൻ നേടിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. അതായത് ട്രൂലി ടെസ്റ്റഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഫോർ ഇന്ത്യ എന്ന രീതിയിലൊക്കെ വരുന്ന ഒരു ഫോൺ എന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഇഷ്ടപ്പെടാം. ഇനി പറഞ്ഞാൽ പോരാ, ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണണം. ഡ്രോപ്പ് ടെസ്റ്റും വാട്ടർ ടെസ്റ്റും ഒക്കെ നടത്തി കാണിക്കണം എന്നുണ്ടെങ്കിൽ നോക്കാം, നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ആദ്യം നമുക്കൊരു ഡ്രോപ്പ് ടെസ്റ്റ് നടത്താം. നമ്മൾ സെറ്റിലോ അല്ലെങ്കിൽ കസേരയിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ അറിയാണ്ട് ഇതുപോലെ താഴെ വീണാൽ എന്തെങ്കിലും പറ്റുമോ? ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം, താഴെ വീണിട്ടുണ്ട്. ഡിസ്പ്ലേ അടിച്ചാണ് വീണിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡിസ്പ്ലേക്കൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ക സ്ട്രോങ് ആണ്. ഇനി ടേബിളിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ടേബിൾ ഹൈറ്റിൽ നിന്നൊക്കെ താഴേക്ക് വീണാൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ഇതവിടെ ക്യാമറ ലെൻസ് അടിച്ചാണ് വീണിരിക്കുന്നത്. തവണ ഡിസ്പ്ലേ അല്ല. എന്നാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ ക്ലോസ് റേഞ്ചിൽ കാണിക്കുന്നുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി നമുക്കിത് വെള്ളത്തിലൊന്ന് മുക്കി നോക്കാം. IP68, 69 ഒക്കെ റേറ്റിംഗ് ഉള്ളതല്ലേ. ഞാനിതാ ബൗളിൽ വെള്ളത്തിൽ മുക്കി വെക്കുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ എടുത്ത് നോക്കുമ്പോഴും ഒന്നും പറ്റിയിട്ടില്ല. നൈസായിട്ട് ഈ വെള്ളത്തിൽ മുക്കിയത് അറിഞ്ഞിട്ടേ ഇല്ല ഫോൺ. ആ രീതിയിൽ നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ക സെറ്റാണ്. നമുക്കിത് ഫ്രീസറിൽ വെച്ച് നോക്കിയാലോ. അത്രയും സ്ട്രോങ് ആയൊരു പ്രൊട്ടക്ഷനൊക്കെ ഉള്ള ഫോണല്ലേ. വെള്ളത്തിലിട്ട് ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ എടുത്ത് നോക്കാം. പക്കമായിട്ട് ഐസായിരിക്കുന്നുണ്ട്. നമുക്ക് ഐസിൽ ഞാൻ അവിടെ നിന്ന് കാണാം. ഞാനതൊന്ന് കൊട്ടി നോക്കുന്നുണ്ട്. കൊട്ടിയാലൊന്ന് എളുപ്പമായി. ചിലപ്പോൾ ഇലതുകൊണ്ട് തട്ടിയാൽ ചിലപ്പോൾ പൊട്ടും. വെള്ളം ഒഴിച്ച് ഞാൻ ഐസിനെ ഒന്ന് അലിയിപ്പിച്ച് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഐസിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ നോക്കുമ്പോഴും ഫോൺ നോർമലായിട്ട് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ടച്ചിനൊന്നും ഒരു പ്രശ്നമില്ല. ഐസൊക്കെ പൊട്ടിച്ച് മാറ്റി ഫോൺ കയ്യിലോട്ട് എടുക്കുമ്പോഴും പക്ക സെറ്റാണ്, ഒരു വിഷയമില്ല. സോ ഫോൺ എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. സോ അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി നോക്കി. എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ കണ്ടു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എന്ത് തന്നെയായാലും ഇതെല്ലാം ഞാനിതൊരു യൂണിറ്റ് നമുക്ക് കിട്ടിയതായതുകൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കാണിച്ചതാണ്. നിങ്ങൾ ഇതൊന്നും ടെസ്റ്റ് ചെയ്യാൻ പോകണ്ട. നിങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുക. അബദ്ധത്തിലെങ്ങാനും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അപകടത്തിൽ പെട്ടാലും കുഴപ്പമൊന്നും പറ്റാതെ അടിപൊളിയായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കും എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഗുണം. അത് അങ്ങനെ കാണാവൂ. ഇനി ഈ ഫോണിൽ വരുന്ന നെറ്റ്വർക്ക് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കോളൊക്കെ നമ്മൾ ചെയ്ത് നോക്കി വിഷയമൊന്നുമില്ല. 300% ഒരു നെറ്റ്വർക്ക് ബൂസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഈവൻ നിങ്ങളിപ്പോൾ ഒരു പാർക്കിംഗ് ഏരിയയിൽ, അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഏരിയയിൽ പോയി നിന്നാൽ പോലും നിങ്ങൾക്ക് സിഗ്നൽ റിസപ്ഷൻ ക്ലിയർ ആയിട്ട് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം തന്നെ നിങ്ങൾ ഒരു ലിഫ്റ്റിൻ്റെ ഉള്ളിലൊക്കെ കയറി, നമുക്കറിയാം വല്ല മാളിലൊക്കെ ചെന്ന് നമ്മൾ ലിഫ്റ്റുകളുടെ ഉള്ളിൽ കയറുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സിഗ്നൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അത്തരം സാഹചര്യങ്ങളിൽ പോലും ഇതിൽ കൃത്യമായിട്ട് സിഗ്നൽ കിട്ടുമെന്ന് അവർ പറയുന്നുണ്ട്.
നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കി. അത്യാവശ്യം സിഗ്നൽ റിസപ്ഷൻ ഒക്കെ ഉണ്ട്, നല്ല സെറ്റപ്പാണ്. 4x4 മിമോ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നെറ്റ്വർക്ക് റിസപ്ഷൻ ഓൾറെഡി നല്ലതാണ്. ഒപ്പം തന്നെ സ്മാർട്ട് നെറ്റ്വർക്ക് സ്വിച്ച് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അതായത് നെറ്റ്വർക്ക് കുറവുള്ള ഏരിയയിലൊക്കെ നിൽക്കുമ്പോൾ അതിൽ ഏറ്റവും നല്ല നെറ്റ്വർക്ക് ഏതാണ് അതിലേക്ക് ചാടി പിടിക്കുന്ന പരിപാടിയൊക്കെ തനിയങ്ങ് ചെയ്തോളൂ. സോ ഓവറോൾ നെറ്റ്വർക്ക് റിസപ്ഷനിലും കാര്യങ്ങളും ഒക്കെ സെറ്റപ്പാണ് ഈ ഫോൺ. കോളിലൊന്നും പ്രശ്നങ്ങളില്ല. ഇനി ഇതിന്റെ ബാറ്ററി നോക്കിയാൽ 6500 mAh ബാറ്ററിയാണ്. 80 വാട്ടിന്റെ ചാർജിംഗ് ആണ്. ചാർജർ ഞാൻ നേരത്തെ കാണിച്ചു തന്നു. സോ ചാർജറൊക്കെ കിട്ടുന്നുണ്ട്. ഡീസന്റ് ആയ ബാറ്ററി ലൈഫ്, ഫാസ്റ്റ് ആയ ചാർജിംഗ്. F29 വരുമ്പോൾ ബാറ്ററി 6500 mAh തന്നെയാണ്. പക്ഷേ ചാർജർ വന്നിട്ട് 45 വാട്ടിൻ്റെയാണ്. സോ അത് ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു. 45 വാട്ടിൻ്റെ ചാർജർ ബോക്സിലുണ്ട് കേട്ടോ. സോ അപ്പോൾ ഇതിൽ ചാർജിങ്ങിൽ ഒരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഈ ഫോണിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ Dimensity 7300 എനർജി എന്ന് പറയുന്ന പ്രോസറാണ്. സാധാരണ യൂസിന് അടിപൊളിയാണ്, വിഷയമൊന്നുമില്ല. നൈസായിട്ട് ഞാൻ അവിടെ ഉപയോഗിച്ച് കാണിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ പരസ്യ ആപ്ലിക്കേഷനൊക്കെ ഉണ്ട് പതിവ് പോലെ. അതൊക്കെ ഉണ്ടായിട്ടും വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ പെർഫോമൻസിൽ വേറെ ലാഗും കാര്യങ്ങളൊന്നുമില്ല. നൈസായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. സാധാരണ യൂസിന് വിഷയമില്ല. ഗെയിമിങ്ങിനൊന്നും ഈ ഫോൺ എടുക്കാൻ ഞാൻ പറയില്ല. ഡീസൻ്റ് ആയിട്ടുള്ള നോർമൽ യൂസിനുള്ള പെർഫോമൻസ് കിട്ടും. ഒപ്പോടെ ഫോണുകൾ അങ്ങനെയാണ് വരാറ്. LPDDR4X RAM ആണ്. UFS 3.1 സ്റ്റോറേജ് ആണ്. സെറ്റാണ്. ColorOS 15 Android 15 ബേസ്ഡ് ആണ്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ ഡീസൻ്റ് ആയ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഓപ്പോടെ ഈ ഒരു ഫോൺ നമുക്ക് തരുന്നുണ്ട്. F29 എന്ന ഈ മോഡലിലേക്ക് വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന് പറയുന്ന പ്രോസറാണ് ഇരിക്കുന്നത്. അതും സാധാരണ യൂസിനാണ് നമ്മൾ പറയുള്ളൂ. അടിപൊളിയായിട്ട് ഒരു മിനിമം യൂസുകളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗെയിമിങ്ങിനൊന്നും ഈ വിലയ്ക്ക് പോയിട്ട് ഈ ഫോൺ എടുക്കരുത്. ഇത് സാധാരണ യൂസിന് അടിപൊളിയാണ്. ഇതിലും LPDDR4X RAM, UFS 3.1 സ്റ്റോറേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. ColorOS 15 വരുന്നു. Android 15 OS അപ്ഡേറ്റ് കാര്യങ്ങൾ ബാക്കിയെല്ലാം സെയിം ആണ്. സോ ഡീസൻ്റ് ആയ നോർമൽ യൂസിന് അടിപൊളിയാണ്. ഇനി ഈ ഫോണിന്റെ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ 6.7 ഇഞ്ച് വരുന്ന ക്വാഡ് കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ്. വിഷയമൊന്നുമില്ല. ഞാൻ ഔട്ട്ഡോറൊക്കെ കൊണ്ടുപോയി ഉപയോഗിച്ചാണ്. ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. സെറ്റാണ് ഡിസ്പ്ലേക്ക്. വേറെ വിഷയങ്ങളൊന്നും വരുന്നില്ല. വിഷ്വൽ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ നൈസാണ്. ക്വാഡ് കർവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ മനോഹരമായൊരു ഫീലും കയ്യിൽ കിട്ടുന്നുണ്ട്. 1200 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. സെറ്റാണ്. F29 ആണെങ്കിൽ 6.7 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. അതിലും വിഷയമൊന്നുമില്ല. നൈസായുള്ള ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓൾമോസ്റ്റ് രണ്ടും നല്ല ക്വാളിറ്റി ഡിസ്പ്ലേയുമായിട്ട് തന്നെയാണ് വരുന്നത്. ഇനി ഇതിന്റെ ക്യാമറകൾ, ഓപ്പോയുടെ ക്യാമറകൾ ഓൾറെഡി ഇത്തിരി ഭംഗിയുള്ള ഫോട്ടോസ് തരുന്ന ക്യാമറകളാണെന്ന് നമുക്കറിയാം. സാമ്പിൾസ് കൂടെ കണ്ടു നോക്കാം. നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് നിങ്ങൾ നോക്കുക. 50 മെഗാപിക്സലിന്റെ OIS ക്യാമറയാണ് മെയിൻ ക്യാമറ വരുന്നത്. 2 മെഗാപിക്സലിന്റെ ഡെപ്ത് സെൻസർ വരുന്നുണ്ട്. 16 മെഗാപിക്സലിന്റെയാണ് സെൽഫി ക്യാമറ. സോ സാമ്പിളുകൾ എങ്ങനെയുണ്ടെന്ന് നോക്കുക. അത്യാവശ്യം ഞാൻ ഇൻഡോർ ലൈറ്റിലും അതേപോലെ ഡേ ലൈറ്റിലൊക്കെ നിന്ന് എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് നോക്കുക. അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ ഷെയർ ചെയ്യുക. വീഡിയോ മെയിൻ ക്യാമറയിൽ 4K ഷൂട്ട് ചെയ്യാം. അതിൻ്റെ സാമ്പിളാണ് ഇവിടെ കാണുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത 4K വീഡിയോയും കിട്ടുന്നുണ്ട്. അത് ഇൻഡോർ ലൈറ്റിലും അതേപോലെ തന്നെ ഔട്ട്ഡോറിൽ നിന്നിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ സാമ്പിളുകളൊക്കെ ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ കണ്ട് വിലയിരുത്തുക. സെൽഫി ക്യാമറ വീഡിയോ സാമ്പിളും ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. കണ്ടു നോക്കിക്കോളൂ. അത് ഫുൾ HD ഉള്ളൂ. 4K ഇല്ല സെൽഫി ക്യാമറ. സാമ്പിൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി F29 ക്യാമറയും വലിയ വിഷയമൊന്നുമില്ല. ജസ്റ്റ് സാമ്പിൾസ് ഒന്ന് കണ്ടു നോക്കിക്കോളൂ. F29 അത്യാവശ്യം നല്ലൊരു സെറ്റപ്പ് ഒക്കെ തന്നെയാണ്. 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ്. 2 മെഗാപിക്സലിന്റെ ഡെപ്ത് സെൻസർ തന്നെ. 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ തന്നെ. സാമ്പിളുകൾ ഈ കാണുന്ന പോലെയൊക്കെയാണ്. ഫോട്ടോസൊക്കെ ഓപ്പോയുടെ പതിവ് ശൈലിയിൽ തന്നെ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീഡിയോ 1-2 വീഡിയോ സാമ്പിളും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഈ രണ്ട് ഫോണുകളുടെയും ക്യാമറ എങ്ങനെയുണ്ടെന്ന് മനസ്സിലായല്ലോ. പിന്നെ ഈ ഫോട്ടോഗ്രാഫിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ കുറേ AI ഫീച്ചേഴ്സ് പതിവ് പോലെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഇതിലുണ്ട്. സോ ഇതെടുക്കുന്നവർക്ക് അതൊക്കെ കിട്ടും. അതായത് ഈ AI ഇറേസർ 2.0 അൺവാണ്ടഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ ഇതുപോലെ ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് കളയാം. ഇനിയിപ്പോൾ ഏതെങ്കിലും ഫോട്ടോ ബ്ലറായി പോയിട്ടുണ്ടെങ്കിൽ തന്നെ AI അൺബ്ലർ വെച്ചുകൊണ്ട് നമുക്ക് ആ ബ്ലറൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. പിന്നെ AI റിഫ്ലക്ഷൻ റിമൂവർ, എന്തെങ്കിലും റിഫ്ലക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കാൻ പറ്റും. പിന്നെ സർക്കിൾ ടു സെർച്ച്, അതിപ്പോൾ എല്ലാ ഫോണുകളിലും വരുന്നുണ്ടല്ലോ. ഇതിലും വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്താൽ സർക്കിൾ ടു സെർച്ച് എനേബിൾ ആയി വരും. നമുക്ക് സർക്കിൾ ചെയ്തുകൊണ്ട് എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്യാൻ സാധിക്കും. AI ലൈവ് ഫോട്ടോ, നമുക്ക് വേണമെങ്കിൽ ലൈവ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. അതായത് ചെറിയൊരു വീഡിയോ പോലെ ഇരിക്കുന്ന ഫോട്ടോ അതും എടുക്കാൻ സാധിക്കും. പിന്നെ 1 ക്ലിക്ക് ക്ലാരിറ്റി, ഒരു ഫോട്ടോ ജസ്റ്റ് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് ക്ലാരിറ്റി കൂട്ടാൻ കഴിയുന്ന സംവിധാനം. സോ അപ്പോൾ ഇങ്ങനെ കുറേയധികം AI ഫീച്ചറുകളും നമുക്ക് ഈ ഫോണുകളിൽ വരുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ ഉപയോഗിക്കാം. സോ മൊത്തത്തിൽ ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി എല്ലാ ഭാഗങ്ങളും ഞാൻ പറഞ്ഞു. പതിവായിട്ട് ഓപ്പോയുടെ ഫോണുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങളതൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ, അത് ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതുപോലത്തെ പതിവായിട്ടുള്ള ഓപ്പോ ഫോണുകളുടെ അതേ ശൈലിയിലുള്ള ഇത്തിരി ഭംഗി കൂടിയ ഫോട്ടോസൊക്കെ കിട്ടുന്ന ഡീസൻ്റ് ആയിട്ടുള്ള ഓപ്പോ ഫോണുകൾ. അതാണ് ഇതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. എന്താണ് ഇതിൻ്റെ പ്രൈസ്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. ഇതിൻ്റെ ബേസ് മോഡൽ 8GB RAM 128GB സ്റ്റോറേജിന് 27,999 ബാക്കിയുള്ള മോഡലിൻ്റെ പ്രൈസിനെ കുറിച്ച് സ്ക്രീനിൽ കാണാം. അതുപോലെ F29 പ്രൈസ് ആണെങ്കിൽ 8GB RAM 128GB സ്റ്റോറേജിന് 23,999 ബാക്കിയുള്ള മോഡലുകളുടെ പ്രൈസ് ഇവിടെ കാണാം. സോ ഓപ്പോ F29 സീരീസ് വരുമ്പോൾ ഇതിൽ വളരെ വൃത്തിയായിട്ട് ബ്ലെൻഡ് ചെയ്തവർ കൊണ്ടുവന്നിരിക്കുന്ന സംഗതി എന്ന് പറയുന്നത് ഡ്യൂറബിലിറ്റിയാണ്. നല്ല അടിപൊളി ഡ്യൂറബിലിറ്റി ഉണ്ട്, ഡീസൻ്റ് ആയ യൂസർ എക്സ്പീരിയൻസ് ഉണ്ട്, വലിയ പ്രശ്നങ്ങളില്ല, നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്, ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. സോ എല്ലാ കാര്യങ്ങളും ഉണ്ട്. സോ ഡ്യൂറബിളായ ഒരു ഫോൺ നിങ്ങൾ നോക്കുന്നു, അതിൽ ഈ പറഞ്ഞ രീതിയിലെല്ലാം ഒരു ഡീസൻ്റ് ആയ ലെവലിൽ വേണമെന്നുണ്ടെങ്കിൽ പരിഗണിക്കാമെന്ന് തോന്നുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. സോ അപ്പോൾ അത്രയുമാണ് ഓപ്പോ F29
9 Pro എന്നീ 2 ഫോണുകളെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. ഇതൊരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷനാണ്. നിങ്ങളുടെ ഇംപ്രഷൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.